ഇന്ന് നേരം വെളുത്ത് ഇതുവരെ ഇപ്പോൾ ടാസ്ക് തുടങ്ങാൻ പോകട്ടോ ആ ഒരു സമയം വരെയും എല്ലാവരും ബഹുഭൂരിഭാഗം ആൾക്കാർ സംസാരിച്ച ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ രതീഷിനെ കുറിച്ചാണ് കേട്ടോ. രതീഷ് ഇവിടുത്തെ ഗെയിമറാണോ അതോ നമ്മുടെ ഒരു ഗസ്റ്റായിട്ട് വന്നതാണോ, എന്ത് തന്നെയാണെങ്കിലും ഇവിടെ നിർത്താൻ പാടില്ല, ഏത് രീതിയിലും പുറത്താക്കണം എന്ന രീതിയിൽ ചർച്ചകൾ തന്നെയാണ് രാവിലെ തൊട്ട് നടക്കുന്നത്. രതീഷിനെ എങ്ങനെ പുറത്താക്കാം എന്ന് വെച്ച് ആ രതീഷിനെ കുറിച്ചുള്ള പേടിയാണ് പുറത്തേക്ക് വരുന്നത്. അല്ലാതെ ഇപ്പം ഇത്രയും പേരും കൂടെ നിന്നുകൊണ്ട് രതീഷിനെതിരെ പറഞ്ഞെങ്കിൽ ആ ഒരു പേടി തന്നെയാണല്ലോ അല്ലേ. അയാൾ ഒന്നുമില്ലാതെ പുറത്തേക്ക് പോയി, ഒരാഴ്ച കൊണ്ട് പുറത്തോട്ട് പോയി എന്ന് പറഞ്ഞ് കളിയാക്കുന്നവർ എന്തിനാണ് അയാളെ ഓർത്ത് ഇത്രയേറെ വിഷമിക്കുന്നത്? ഇത്ര ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി ആ ഫ്രണ്ട്ഷിപ്പ് വലത് നിന്നുകൊണ്ട് ഇയാൾക്കെതിരെ കളിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും നമ്മുടെ രതീഷും സിജോയും കൂടെ നമ്മുടെ ഡ്രസ്സിങ് ഏരിയ പോയിരുന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് കേട്ടോ. ജിൻഡോയ്ക്കെതിരെയും ജിൻഡോയുടെ കൂടെ നിന്നും കളിക്കണമെന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് രതീഷ്. മാത്രമല്ല ജിൻഡോയും രതീഷുമാണ് ടോപ്പ് 2-ൽ വരാനുള്ള ഡിസർവിങ് ആയിട്ടുള്ള ആൾക്കാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സിജോയുടെ കൂടെ നിൽക്കാൻ വേണ്ടി രതീഷ് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ സിജോ പുറത്ത് പോയിട്ട് നമ്മുടെ ഗബ്രി എല്ലാവരും ആയിട്ട് ഇരിക്കും അവിടെ. ഗബ്രി, നമ്മുടെ അർജുൻ, മുടിയൻ, നമ്മുടെ സായി, അതുപോലെ തന്നെ അഭിഷേക് എല്ലാവരും കൂടെ പുറത്ത് ആ വാഴത്തോട്ടമുണ്ടല്ലോ, മറ്റേ ഒരു വാഴ ഡെക്കറേഷൻ ചെയ്തിരിക്കുന്ന ആ ഒരു കോർണർ സോഫ അവിടെ ഇരിക്കുക കേട്ടോ. അവിടെ വന്ന് പറയുന്നുണ്ട് അയാൾ ഗെയിമറാണ് കേട്ടോ, അയാൾ ഗസ്റ്റായിട്ട് വന്നൊന്നുമല്ല, നമുക്കിട്ട് പണിതരം വന്നിരിക്കുക എന്നൊക്കെ രീതിയിൽ സിജോ പറയുന്നു. അപ്പം അയാൾക്ക് ഒരു തരത്തിലെ സ്പേസും കൊടുക്കരുതെന്ന് നമ്മുടെ മുടിയെ പറയുന്നു. എല്ലാവർക്കും ഭയങ്കര പേടിയുടെ രതീഷിനെ, ഭയങ്കര പേടി, ഇയാളവിടെ നിർത്താൻ പാടില്ലെന്നാണ് പറയുന്നത്. ഇവർ ഇവിടെ ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ രാവിലെ നമ്മുടെ ശ്രീരേഖയും ശരണ്യും ചർച്ച ചെയ്യുന്നു. നമ്മുടെ ഈ രതീഷ് നിർത്താൻ പാടില്ല, നമ്മുടെ ചിലപ്പം ബിഗ് ബോസ് ചോദിക്കുമായിരിക്കും, അല്ലെങ്കിൽ ആരുടെ ചോദിക്കുമായിരിക്കും രതീഷ് ഇവിടെ നിർത്തട്ടെ എന്ന്. അപ്പം നമ്മളില്ല, പറ്റില്ലെന്ന് പറയണം എന്ന രീതിയിലൊക്കെ ഇവർ ചർച്ച ചെയ്യുന്നു. അപ്പം എവിടെ നോക്കിയാലും രതീഷ് മയം തന്നെയാണ് കേട്ടോ. രതീഷിനെ കുറിച്ചുള്ള ചർച്ചയാണ് വീട് മൊത്തം നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ രതീഷ് ഒരു നല്ല ഗെയിമർ അല്ലെങ്കിൽ ഇവർക്കൊക്കെ പേടി വരേണ്ട യാതൊരു ആവശ്യമില്ലല്ലോ അല്ലേ. അപ്പോൾ രതീഷ് ഇവിടെ നിന്നാൽ രതീഷിന് ഗെയിം കളിച്ച് കയറാൻ പറ്റുമെന്നുള്ള പേടി എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് രതീഷിനെ എല്ലാവരും പേടിക്കുന്നത്. അതല്ലെങ്കിൽ രതീഷ് പുറത്തു പോയ ആളല്ലേ, ഇനി വന്നാലും അങ്ങനെ പുറത്ത് പോകും എന്ന രീതിയിൽ പറയാം. അതങ്ങനല്ല, എല്ലാവരും പ്ലാൻ ചെയ്തുകൊണ്ട് രതീഷിനെയാണ് പുറത്താക്കാം എന്ന രീതിയിലെ പ്ലാനും പദ്ധതികളും ഇപ്പോഴേ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും കണ്ടു തന്നെ അറിയാം, ലാലേട്ട വരുമ്പോൾ നമ്മുടെ രതീഷിനെ വീട്ടിലേക്ക് പറഞ്ഞു വിടുമോ അതോ അവിടുത്തെ ഒരു മത്സരാർത്ഥിയായിട്ട് മാറ്റുമോ എന്നൊക്കെ കണ്ടു തന്നെ അറിയാം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.